വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന വിശിഷ്ട അതിഥികളെ, സ്നേഹസമ്പന്നരായ പൂർവ്വ അധ്യാപികമാരെ, അനധ്യാപകരെ, കുഞ്ഞുങ്ങളെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. വിദ്യാലയം ദർശനങ്ങളുടെ ഒരു ലൈബ്രറിയാണ്. അജ്ഞതയുടെ അന്ധകാരത്തിൽ നിന്നും വിജ്ഞാനത്തിൻ്റെ പ്രകാശം കൊണ്ട് ഒരു നാടിനെ പുരോഗതിയുടെ പന്ഥാവിലേക്ക് നയിക്കാൻ കഴിയുമെന്ന ക്രാന്തദർശിത്വത്തിൻ്റെ സ്വപ്ന സാക്ഷാത്കാരമാണ് സെൻറ്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂൾ എന്ന് നമുക്ക് ഏവർക്കും അറിയാം. 96 വർഷങ്ങൾക്ക് മുൻപ് ഈ കുന്നിൻ പുറത്ത് സ്ഥാപിതമായ ഒരു പെൺപള്ളിക്കൂടം. പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, ഫെമിനിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്കും സ്ത്രീ സംവരണ സമരങ്ങൾക്കുമപ്പുറം പെൺമയുടെ ശക്തിയെ ലോകത്തിന് സംഭാവന ചെയ്ത ഒരു വിദ്യാലയത്തിലെ വിദ്യാർത്ഥികളാണ് നിങ്ങളെല്ലാവരും. അത്തരം സമർത്ഥമായ, സമ്പന്നതയുള്ള, സാംസ്കാരിക മുന്നേറ്റമുള്ള ഒരു വിദ്യാലയത്തിൽ പഠിക്കുവാൻ കഴിഞ്ഞു എന്നുള്ളതിലും പഠിപ്പിക്കുവാൻ കഴിഞ്ഞു എന്നുള്ളതിലും ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവരും അഭിമാനിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സമയത്തിൻ്റെ ചട്ടക്കൂടിൽ എനിക്ക് ഒതുങ്ങി നിൽക്കേണ്ടതായിട്ടുണ്ട്. എൻ്റെ പ്രിയങ്കരരായ 4 അധ്യാപക സുഹൃത്തുക്കൾ ഇവിടെ നിന്ന് വിടവാങ്ങുമ്പോൾ അവർക്ക് ആശംസകൾ അർപ്പിക്കുക എന്നുള്ള കർത്തവ്യം എൻ്റെ സഹപ്രവർത്തകരായ സുഹൃത്തുക്കൾ എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഈ വിദ്യാലയം ഒരു മഹാപ്രസ്ഥാനത്തിൻ്റെ മാർഗത്തിലൂടെയായിരുന്നു. ഇവിടെ ധാരാളം നദികൾ ഒഴുകും പോലെ സ്നേഹസാന്ദ്രമായ അന്തരീക്ഷങ്ങൾ ഒഴുകിയിട്ടുണ്ട്. ഇവിടെ പ്രാർത്ഥനയുടെ നിരർഗളമായ ശബ്ദങ്ങൾ ഉയർന്നിട്ടുണ്ട്. ഇവിടെ ആശംസയുടെ മന്ത്രധ്വനികൾ ഉയർന്നിട്ടുണ്ട്. അതിന് ഭാഗവാക്കായി നിന്ന 4 പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾ ഞങ്ങളിൽ നിന്ന് അടർന്നു മാറുമ്പോൾ കണ്ണീർ കണങ്ങൾ കൊണ്ട് നിങ്ങളുടെ വഴികളിൽ ഞങ്ങൾ ആശംസകൾ അർപ്പിക്കുകയാണ്. ഹൃദയം കൊണ്ട് മാത്രം എനിക്ക് ഈ വേദിയിൽ നിന്ന് സംസാരിക്കാൻ കഴിയുകയുള്ളൂ. വാക്കുകളും വാചാലതയും ഞാൻ മാറ്റിവെക്കുകയാണ്. എനിക്ക് പ്രിയങ്കരരായിരുന്നു എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ. സ്നേഹം കൊണ്ട് അവരോട് ഞാൻ അടുത്തതിലേറെ എന്നെ സ്നേഹം കൊണ്ട് പൊതിഞ്ഞവരാണ് എൻ്റെ ഈ 4 പ്രിയപ്പെട്ടവരും. സുജു ടീച്ചറിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു സ്കൂളിൻ്റെ സാരഥ്യം ഏറ്റെടുക്കുക എന്ന ശ്രമകരമായ ഒരു കർത്തവ്യമാണ് ടീച്ചറിൻ്റെ കരങ്ങളിലേക്ക് എത്തിച്ചേർന്നത്. സ്കൂൾ ഹെഡ് മിസ്ട്രസ് എന്ന പദവിക്കപ്പുറമായി ഈ കാലഘട്ടം ഏൽപ്പിക്കുന്ന ധാരാളം സമ്മർദ്ദങ്ങളുടെ നടുവിലൂടെയാണ് ഒരു പ്രസ്ഥാനത്തിൻ്റെ സാരഥികൾ നേരിടുന്നത് എന്നുള്ളത് നമുക്കറിയാം. കാരണം ഇത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലഘട്ടമാണ്. പ്രവർത്തനങ്ങളെ മുഴുവൻ സ്വാംശീകരിച്ചുകൊണ്ട് ക്യാമറ കണ്ണുകളും വാർത്താവിനിമയ ഉപാധികളും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ ചെയ്യുന്നതൊക്കെയും ക്രിയാത്മകമായി കറക്റ്റ് ആകണമെന്നുള്ളത് ഓരോ ഹെഡ് മിസ്ട്രസുമാരുടെയും ഉത്തരവാദിത്തമായി മാറി. ഇങ്ങനെ കമ്പ്യൂട്ടറിൻ്റെ യുഗത്തിൽ ജോലി ചെയ്യേണ്ടി വരികയും പഴമയുടെ സൗന്ദര്യത്തിൽ ജീവിക്കേണ്ടി വരികയും പുതുമയുടെ സൗകര്യങ്ങളുടെ നേർ പ്രതികരിക്കേണ്ടി വരികയും ചെയ്യുന്ന ഉത്തരവാദിത്തത്തിൻ്റെ, പ്രത്യേകിച്ച് പൊതുവിദ്യാഭ്യാസ മേഖല നേരിടുന്ന കേരളത്തിൻ്റെ ഗവൺമെൻറ് നമ്മിലേക്ക് ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങളെ ഇവിടെയുള്ള ഓരോ കുഞ്ഞിലേക്കും എത്തിക്കുക എന്നുള്ള ശ്രമകരമായ ദൗത്യത്തെ നിയോഗമായി ഏറ്റെടുത്തവരാണ് സ്കൂൾ ഹെഡ് മിസ്ട്രസുമാരെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കോഴഞ്ചേരി മാർത്തോമ ഇടവകയുടെ രക്ഷകർതൃത്വം 2 സ്കൂളുകൾക്കും സമ്പന്നമായ ഒരു സംരക്ഷണമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ആദരണീയനായ അച്ഛൻ ഈ വേദിയിൽ ഉണ്ടായിരുന്നു. അച്ഛനെ പോലെയുള്ള ധാരാളം അച്ഛന്മാരുടെ ശ്രമകരമായ പ്രവർത്തനങ്ങളും രക്ഷകർതൃത്വങ്ങളും ഈ ഹെഡ് മിസ്ട്രസുമാർക്ക് തണലായി എന്നുള്ളത് എനിക്കറിയാവുന്ന കാര്യമാണെങ്കിലും സുജി ടീച്ചറിനെ പോലെ കർമ്മകുശലതയോടെ പ്രവർത്തിച്ച ഒരു അധ്യാപിക ഉള്ളതുകൊണ്ടാണ് ഭൗതികമായും ആത്മീയമായും ഈ സ്കൂൾ ഈ നിമിഷം വരെയും നിലനിൽക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ ഇരിക്കുമ്പോൾ ഞാൻ സൂസൻ ടീച്ചറിനെ കാണുന്നുണ്ട്, മോളി ടീച്ചറിനെ കാണുന്നുണ്ട്, പ്രിയപ്പെട്ട സുഷ ടീച്ചറിനെ കാണുന്നുണ്ട്. ഇനി ഞാൻ മുന്നോട്ട് വാക്കുകൾ പറയുന്നില്ല, കാരണം എൻ്റെ എല്ലാ അധ്യാപികമാരെയും ഞാൻ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവർ ഓരോരുത്തരും ഇവിടെ ചൊരിഞ്ഞതായ ചില ചര്യകളുണ്ട്. ഈ ചര്യകളുടെ ബാക്കി പത്രങ്ങളായി മാറുകയാണ് തുടർന്ന് വരുന്ന അധ്യാപികമാരെന്ന് നമുക്കറിയാം. സുജി ടീച്ചറിൻ്റെ പ്രത്യേകത എനിക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഈ സ്കൂളിലേക്ക് കടന്നു വരുമ്പോൾ അലക്ഷ്യമായി കിടക്കുന്ന ഒരു പേപ്പർ തുണ്ടിനോട് പോലും പ്രതികരിക്കുന്ന രീതിയാണ് ടീച്ചറിനുള്ളത്.
ഇവിടമെല്ലാം വൃത്തിയായി കിടക്കുമ്പോൾ മാത്രം വൃത്തിയുടെ പ്രതലങ്ങളിൽ ഐശ്വര്യം കുടിയിരിക്കുമെന്നുള്ള നല്ല ആത്മവിശ്വാസമുള്ള ഒരു അധ്യാപികയാണ് സുജു ടീച്ചർ. കുത്തനെ കിടക്കുന്ന ഈ കുന്നിൻ പുറത്ത് ഈ കുഞ്ഞുങ്ങൾ ഓരോരുത്തരും ചാടി മറിയുമ്പോൾ ഇവിടുത്തെ അധ്യാപികമാരുടെ നെഞ്ചിടിപ്പിൻ്റെ ശബ്ദം നമുക്കൊക്കെ കേൾക്കാൻ കഴിയും. വീണു പോകരുതേ എന്ന് പറഞ്ഞുകൊണ്ടും തെറ്റുകൾ ചെയ്യുമ്പോൾ തല്ലിയും ശകാരിച്ചും, തല്ലെന്നങ്ങനെ പറയാൻ പാടില്ല, ശകാരത്തിലൂടെ കുഞ്ഞുങ്ങളെ നല്ല വഴിയിലേക്ക് ചരിപ്പിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു അധ്യാപികയുടെ മുഖം സുജു ടീച്ചറിലൂടെ ഞാൻ കാണുകയാണ്. നിരർഗളമായി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിത്വമാണ് സുജു ടീച്ചറിൻ്റേത്. പ്രാർത്ഥന ചിലപ്പോൾ നീണ്ടുപോകാറുണ്ട്. ഒരു പക്ഷേ ഇത്തരം നിരർഗളമായ ടീച്ചറിൻ്റെ പ്രാർത്ഥനാ ശബ്ദങ്ങൾ ഈ സ്കൂളിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. വരും തലമുറകൾക്ക് ദർശനമാകുവാൻ തക്കവണ്ണം ടീച്ചറിൻ്റെ വാക്കുകൾ കൽപ്പാന്തകാലത്തോളം ഇവിടെ അനുഗ്രഹമായി ചൊരിയട്ടെ, നിറഞ്ഞു നിൽക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. നിങ്ങൾ 4 പേരും ഞങ്ങൾക്ക് ഒരുപോലെയാണെങ്കിലും ഹെഡ് മിസ്ട്രസ് എന്നുള്ള നിലയിൽ ആ നേതൃത്വത്തെക്കുറിച്ച് പറയേണ്ടത് ഒരു അനിവാര്യത തന്നെയാണ്. പ്രിയപ്പെട്ട അനിത ജോർജ് ടീച്ചറിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ കലയുടെ ഒരു ഉപാസകയായി ഞാൻ അനിത ടീച്ചറിനെ കാണുകയാണ്. പലപ്പോഴും ഞാൻ പറയാറുണ്ട്, കലാമണ്ഡലത്തിലെങ്ങാനും പഠിപ്പിക്കേണ്ടിയിരുന്നു എന്ന് ഞങ്ങൾ ആഗ്രഹിക്കാറുണ്ട്. ഇപ്പോഴും പുതിയ പുതിയ കലാസങ്കേതങ്ങളോടുള്ള ഒരു ആഗ്രഹമുണ്ട്. കേരളത്തിൻ്റെ പ്രാക്തനമായ ഗോത്ര കലാ സംവിധാനങ്ങൾ മുഴുവനും ഈ സ്റ്റേജിൽ അരങ്ങേറുവാൻ തക്കവണ്ണം കുട്ടികളെ പരിശീലിപ്പിക്കുവാനുള്ള ഒരു ശ്രമകരമായ പ്രവർത്തനമുണ്ട്. ഒപ്പനയുടെ നൂപുരധ്വനികളും മാർഗംകളിയുടെ ചുവടുകളും ഈ സ്കൂളിലെ കുട്ടികളിൽ ആത്മവിശ്വാസത്തിൻ്റെ അംശം ചെലുത്തുകയായിരുന്നു എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. കലയിലൂടെ സഞ്ചരിക്കപ്പെടുമ്പോൾ ചില അടുക്കും ചിട്ടയും ഹൃദയത്തിലുണ്ടാകുകയാണ്, ചില താളബോധങ്ങൾ കുട്ടികളിൽ ഉണ്ടാകുകയാണ്. ഈ താളബോധങ്ങളിലൂടെ മാത്രമേ നമുക്ക് നമ്മുടെ പുതിയ തലമുറയെ നമുക്ക് സാംശീകരിക്കാൻ കഴിയുകയുള്ളൂ. അവർക്ക് അക്ഷരാഭ്യാസം നൽകുന്നതിനും വിജ്ഞാന വിസ്ഫോടനം നടത്തുന്നതിനും ശാസ്ത്ര സാങ്കേതിക വിദ്യ ഒരുങ്ങിക്കഴിഞ്ഞു. ഇനിയും അവരെ വളർത്തേണ്ടത് കലയുടെ നല്ല ശബ്ദങ്ങളിലൂടെ, കലയുടെ അടുക്കിലും ചിട്ടയിലും കൂടി അവരെ പരിഭാഗപ്പെടുത്തണമെന്ന് ഒരു പക്ഷേ അനിത ടീച്ചറിൻ്റെ ഉള്ളിൽ എന്നേ തീരുമാനിക്കപ്പെട്ടിരിക്കുന്ന ഒരു കർത്തവ്യമായിരിക്കണം. അതുകൊണ്ടായിരിക്കാം എല്ലാ കലോത്സവങ്ങളിലും, സംസ്ഥാന കലോത്സവങ്ങളിൽ വരെയും നമ്മുടെ കുട്ടികളെ എത്തിക്കുന്നത് വരെയുള്ള ശ്രമകരമായ പദ്ധതിക്ക് അനിത ടീച്ചർ നേതൃത്വം വഹിച്ചത്. ഒരു ഹിന്ദി അധ്യാപിക എന്നുള്ള നിലയിൽ അയൽ ക്ലാസ് മുറികളിൽ നിന്നുകൊണ്ട് നമ്മൾ പഠിപ്പിക്കുന്ന സമയത്ത് ഹിന്ദി പഠിപ്പിക്കുന്നതിനും ഒരു വള്ളപ്പാട്ടിൻ്റെ ഈണം എനിക്ക് തോന്നിപ്പോകാറുണ്ട്. ആറന്മുളയിലെ പമ്പാ നദിയുടെ തീരഭൂമിയിൽ സുജു ടീച്ചറും അനിത ടീച്ചറും ഒക്കെ വളർന്നു വന്ന ഒരു പശ്ചാത്തലമുണ്ട്. ഈ പശ്ചാത്തലത്തിൽ സത്യവും നീതിയും ധർമ്മവും ഒക്കെ പുലർത്തപ്പെടുന്ന ഒരു ഗ്രാമീണതയുടെ സൗന്ദര്യം ഉണ്ടായിരുന്നു. ആ സൗന്ദര്യമൊക്കെ അവർ ഇവിടേക്ക് ആവാഹിച്ചു, ഇവിടുത്തെ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ചു, ഇവർ നൽകിയ നല്ല വഴികളിലൂടെ അവർ സഞ്ചരിച്ചു. പ്രിയമുള്ളവരെ, അനിത ടീച്ചറിൻ്റെ കലാപരമായ പ്രവർത്തനങ്ങൾക്കും സർവകലാവല്ലഭയായി ഞങ്ങളുടെ ഉള്ളിൽ നിറഞ്ഞു നിന്നതിനും ഒരു നല്ല അധ്യാപികയായി 37 വർഷക്കാലം, ഒരുപക്ഷെ ബാല്യകാലത്തിൽ തന്നെ ഇവിടെ ജോലിക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞുവെന്നൊക്കെ ഞങ്ങൾ അതിശയോക്തിയോടുകൂടി സംസാരിക്കാറുണ്ട്. ഈ സ്കൂളിൽ നിന്നും പഠിച്ചിറങ്ങി ഏതാനും വർഷങ്ങൾക്ക് ശേഷം ഒരു ഹിന്ദി അധ്യാപികയായി ഇവിടെ കടന്നു വരികയും പിന്നീട് സ്കൂൾ അധ്യാപികയായിരിക്കെ തന്നെ ഹിന്ദിയുടെ അതർ കോഴ്സുകൾ, ഹയർ സ്റ്റഡീസ് ഒക്കെ പഠിക്കുകയും ഒരു ഹൈസ്കൂൾ അധ്യാപികയായി രൂപപ്പെടുകയും ചെയ്ത ചരിത്രവുമൊക്കെ ഞങ്ങളെപ്പോഴും ഓർക്കാറുണ്ട്. ഒരു 1/4 നൂറ്റാണ്ടിനപ്പുറം, വേണ്ട 1/2 നൂറ്റാണ്ടോളം ഈ സ്കൂളിൻ്റെ ചരിത്രമായി മാറാൻ കഴിഞ്ഞ ഞങ്ങളുടെ അനിത ടീച്ചറിന് ജീവിതത്തിൻ്റെ എല്ലാ വഴികളിലും നന്മ ഭവിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ട ബാബുച്ചായൻ ഇവിടെ ഇരിക്കുമ്പോൾ ഞാൻ ഓർക്കുകയാണ്, സ്കൂളിൻ്റെ ഒരു സംരക്ഷകനെ പോലെ സുജു ടീച്ചറിനെ എത്തിച്ചതിന് ശേഷം അത്യാവശ്യ ചില സ്കൂളിൻ്റെ കാര്യങ്ങളിലൊക്കെ പ്രിയപ്പെട്ട ഭർത്താവ് എന്നുള്ള നിലയിൽ, പിന്തുണ നൽകുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ പ്രിയപ്പെട്ട കോശി ജോർജ് അവറുകൾ, ആറന്മുളയിലെ കാരുവള്ളിൽ കുടുംബത്തിലെ അംഗമായ അദ്ദേഹം ഞങ്ങളുടെ സ്കൂളിനോട് നൽകിയ സ്നേഹം ഈ അവസരത്തിൽ ഓർത്തു പോകുന്നു. പ്രിയപ്പെട്ട രജു സാറിനെ ഞങ്ങൾ സ്നേഹത്തോടെ ഞങ്ങളുടെ സഹോദരനായി എന്നും കാണുന്ന വ്യക്തിയെ, സുജു ടീച്ചറിൻ്റെ സഹോദരൻ എന്നുള്ള നിലയിൽ അമ്മയെ, സഹോദരിയൊക്കെ ഞങ്ങൾ ഇവിടെ കാണുമ്പോൾ സ്നേഹാദരവുകളോടെ വീണ്ടും ഞാൻ ആശംസയർപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട റോയി തോമസ് അവറുകൾ എന്ന പത്തനംതിട്ടയിലെ കാതോലിക്കറ്റ് കോളേജിൻ്റെ ടെക്നിക്കൽ വിഭാഗത്തിൽ ജോലി ചെയ്തിരുന്ന കാലം മുതൽ തന്നെ എനിക്ക് റോയിച്ചാനെ നല്ല പരിചയമാണ്. റോയിച്ചാൻ്റെ 3 സമർത്ഥരായ കുഞ്ഞുങ്ങളും അമ്മയുടെ ഈ യാത്രയപ്പ് സമ്മേളനത്തിൽ പങ്കെടുക്കുകയാണ്. പിതാവിനോടൊപ്പം ഒരു കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വമൊക്കെ വഹിക്കുമ്പോഴും അനിത ടീച്ചർ ഞങ്ങൾക്ക് നൽകിയ സ്നേഹ വായ്പകൾക്ക് മുൻപിൽ ഞങ്ങൾ ഈ സമയത്ത് തലവണക്കുകയാണ്. എല്ലാവിധ ഭാവുകങ്ങളും അനിത ടീച്ചറിന് സമർപ്പിക്കട്ടെ. പ്രിയപ്പെട്ട സോജി ടീച്ചർ,
സോജി ടീച്ചറിനെ ഞാനൊരു പ്രാർത്ഥനാ മന്ത്രമായി എന്നും എൻ്റെ ഉള്ളിൽ കൊണ്ടു നടക്കുകയാണ്. ഒരു സങ്കീർത്തനം പോലെ എന്നൊക്കെ ഞാൻ സോജി ടീച്ചറിനെ കുറിച്ച് ചിന്തിക്കാറുണ്ട്. സെൻറ് തോമസ് സ്കൂളിലും സെൻറ് മേരീസിലും കുട്ടികൾ ഓടിയെത്തുന്നത് രാവിലത്തെ ക്വയർ പ്രെയർ സോങ്ങിന് വേണ്ടി ഓടിയെത്തുമ്പോൾ ഞങ്ങളുടെ സോജി ടീച്ചറും ഓടിയെത്തും. തലേ ദിവസം തന്നെ പാടേണ്ട പാട്ടുകളും വായിക്കേണ്ട വേദഭാഗവും ഒക്കെ എടുത്ത് സോജി ടീച്ചർ അവർക്ക് നൽകിയിട്ടുണ്ടാവും. ഒരു കലാകാരിയായ സോജി ടീച്ചറിനെ സംബന്ധിച്ചിടത്തോളം പാട്ട് എന്നും ഒരു ബലഹീനതയാണെന്ന് തന്നെ ഞാൻ പറയുകയാണ്. ദേശഭക്തി ഗാനത്തിൻ്റെ, ഹിന്ദി ഗസലുകളുടെയൊക്കെ ശബ്ദം ഞങ്ങൾ കേട്ടത് സോജി ടീച്ചറിൽ കൂടെയാണ്. ഈ സ്കൂളിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്നുള്ള നിലയിലും ഒരു കലാകാരി എന്നുള്ള നിലയിലും സോജി ലിൻസി കേസാം എന്ന ടീച്ചർ ഞങ്ങളുടെ എല്ലാം ഇടയിൽ ജീവിക്കുമ്പോൾ 2018 അധ്യാപക വിദ്യാർത്ഥി അനുപാതത്തിലുണ്ടായ സാങ്കേതിക പ്രശ്നം ഈ സ്കൂളിൽ നിന്നും കുളത്തൂർ സെൻറ് ജോസഫ് സ്കൂളിലേക്ക് ഒരു പ്രൊട്ടക്റ്റഡ് അധ്യാപികയായി മാറിപ്പോകുന്നതിന്, ട്രാൻസ്ഫർ ചെയ്തു പോകുന്നതിന് സോജി ടീച്ചറിനെ ഇടവരുത്തി. ഏതാണ്ട് സമാനമായ പ്രശ്നങ്ങളിലൂടെ അധ്യാപക വിദ്യാർത്ഥി അനുപാതത്തിൽ വരുന്ന എണ്ണം നമ്മളെ ഒരുപോലെ ബാധിച്ചിട്ടുള്ളത് കൊണ്ട് ഞങ്ങൾ അവിടെയും കൂട്ടുകാരായിരുന്നു എന്നുള്ളത് ഓർത്തു പോവുകയാണ്. പ്രശ്നങ്ങൾ അനേകമായിരുന്നെങ്കിലും അവിടെയൊക്കെ പ്രതിസന്ധികളുടെ ഇടയിൽ സോജി ടീച്ചർ ആ സ്കൂളിനും വിലപ്പെട്ട ഒരു അധ്യാപികയായി മാറുകയാണ്. ആ സ്കൂളിലെ അധ്യാപകരുടെ ഹൃദയം കവർന്ന ടീച്ചറായി സോജി ടീച്ചർ മാറുമ്പോൾ ഞങ്ങൾക്ക് ഇവിടെ പറയുവാനുള്ളത്, സോജി ടീച്ചറിനെ നഷ്ടമായ വർഷങ്ങളെ ഓർത്ത് ഞങ്ങൾ ദുഃഖിക്കുകയാണ്. വരും കാലഘട്ടം ജീവിതത്തിൻ്റെ എല്ലാ നിലകളിലും അനുഗ്രഹപൂർണമായി തീരട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. ഇടയാറുമുള്ള പള്ളിക്ക് അനുഗ്രഹകരമായ ഒരു പാട്ടുകാരിയായി പ്രിയപ്പെട്ട തോമസ് വർഗീസ് അവറുകളോടൊപ്പം 3 സമർത്ഥരായ കുഞ്ഞുങ്ങളോടൊപ്പമുള്ള ജീവിതം, ഭർത്തൃമാതാവിനെ ശുശ്രൂഷിച്ച് കഴിയുന്ന ജീവിതം ഏറ്റവും അനുഗ്രഹപ്രദമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇനിയും എൻ്റെ മിനി ടീച്ചറിനെ കുറിച്ച് പറയുമ്പോൾ വേദിയിൽ നിന്നുകൊണ്ട് ഞാൻ മിനി ടീച്ചർ എന്ന് വിളിക്കുകയും ഒരു സഹോദരിയെ പോലെ മിനി എന്ന് എപ്പോഴും വിളിച്ച് ശല്യപ്പെടുത്തുകയും ചെയ്തു. എൻ്റെ പ്രിയപ്പെട്ട മിനി ടീച്ചറിനോട് യാത്ര പറയുവാൻ എനിക്ക് വാക്കുകളില്ല. പ്രകൃതി ഉപാസകയായി മാറേണ്ട ഒരു വ്യക്തി അധ്യാപികയായി മാറി എന്ന് മാത്രം ഞാൻ മിനി ടീച്ചറിനെ കുറിച്ച് പറയുക. പ്രകൃതിയാണ് മിനിക്കെല്ലാം. ഇവിടേക്ക് കടന്നു വരുന്ന വഴിയിൽ ആദ്യം വാടി നിൽക്കുന്ന വാഴയ്ക്കും ചേമ്പിനും ചേനയ്ക്കും ഒക്കെ വെള്ളം ഒഴിച്ചിട്ടാണ് ഓടി ക്ലാസ്സിലേക്ക് കയറി വരുമ്പോൾ കുട്ടികളുടെ വൈഭവത്തെ തിരിച്ചറിഞ്ഞ്, ഓരോ കുട്ടിയിലുമുള്ള പൊട്ടൻഷ്യാലിറ്റിയെ തിരിച്ചറിഞ്ഞ് നമ്മളൊക്കെ ചിലപ്പോൾ കണ്ടില്ല എന്ന് നടിച്ചു പോകുന്ന കുട്ടികളിൽ ജീവിതത്തിൻ്റെ ദർശനത്തെ കാണുവാൻ കഴിയുന്ന ഒരു അധ്യാപികയായി ഞാൻ മിനി ടീച്ചറിനെ കാണുകയാണ്. ശാസ്ത്ര പരീക്ഷണങ്ങൾ നടത്തുമ്പോൾ ഇപ്പോഴും ഒരു അടുക്കളക്കാരിയെ പോലെയാണ് പെരുമാറുന്നത്. എല്ലാ പരീക്ഷണങ്ങളിലും കുട്ടികൾ കൈകൊണ്ട് ചെയ്തു പഠിക്കണമെന്നുള്ള ഒരു ദൃഢനിശ്ചയം മിനി ടീച്ചറിനുണ്ട്. മിനി ടീച്ചറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി ഞാൻ ഓർക്കുന്നത്, ഏത് പ്രവർത്തനവും മിനി ടീച്ചറിനെ ഏൽപ്പിക്കുമ്പോൾ അതിന് എഴുത്തു മുതൽ അതിൻ്റെ പ്രായോഗിക തലം വരെയുള്ള ഇടങ്ങളിൽ ഇപ്പോഴും മിനി ടീച്ചർ ആവശ്യമായ കരുതലും കലയും ചെലുത്തിക്കൊണ്ടിരിക്കും. മനോഹരമായ അക്ഷരത്തിൻ്റെ ഉടമയാണ്. ഒരു നല്ല പാചകക്കാരിയാണ്. പ്രകൃതി ജീവനമാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സത്യമെന്ന് തിരിച്ചറിയുവാൻ കഴിഞ്ഞിട്ടുള്ളൊരു വ്യക്തിയാണ് മിനി ടീച്ചർ. പ്രകൃതിയോട് ഇണങ്ങണം. ഭക്ഷ്യ സംസ്കാരം ഈ കുഞ്ഞുങ്ങളിൽ ഉണ്ടാകണം. പ്ലാസ്റ്റിക് ഉപയോഗം ഈ കുഞ്ഞുങ്ങൾ കുറയ്ക്കണം. വരാൻ പോകുന്ന കാലത്ത് സംഭവിക്കാനിരിക്കുന്ന വലിയ വിപത്തുകളിൽ നിന്ന് എൻ്റെ കുഞ്ഞുങ്ങൾ ഒഴിഞ്ഞു മാറണം. ഇതൊക്കെ മിനി ടീച്ചറിൻ്റെ വലിയ ഒരു ഉത്തരവാദിത്വവും മോട്ടോയുമായിരുന്നുവെന്ന് നമുക്ക് ഏവർക്കും അറിയാം. ഒരിക്കൽ ഈ സ്കൂളിൻ്റെ പരിസര പ്രദേശമാകെ കിളച്ചു മറിച്ച് വർഷങ്ങളായി ഈ മണ്ണിൽ താണുകിടന്നിരുന്ന പ്ലാസ്റ്റിക്കിൻ്റെ അവശിഷ്ടങ്ങളെ മുഴുവൻ ചാക്കിൽ എടുത്തു മാറ്റുന്നതിന് വേണ്ടിയുള്ള കർമ്മ പദ്ധതിക്ക് മിനി ടീച്ചർ രൂപം കൊടുത്തു. പ്രിയപ്പെട്ട ഹെഡ് മിസ്ട്രസ്സുമാർ ഇവിടെ ഇരിക്കുമ്പോൾ ഞാൻ ഓർക്കുകയാണ്, മുകുളം പദ്ധതിയുടെ അവാർഡ് ഈ സ്കൂളിന് നേടിയെടുക്കുവാൻ മിനി ടീച്ചറിൻ്റെ പ്രവർത്തനങ്ങൾക്ക് കഴിഞ്ഞു. നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയുള്ള നല്ല പാഠം പ്രവർത്തനങ്ങളുടെ പ്രോജക്റ്റുകളുടെ മുഴുവൻ നേതൃത്വവും ഇപ്പോഴും ഏറ്റെടുക്കുന്നതിൽ ബദ്ധശ്രദ്ധമായി പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് മിനി ടീച്ചർ. വാക്കുകൾ കൊണ്ട് ഇത്തരം ചില വ്യക്തികളെ നമുക്ക് അവതരിപ്പിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് കവി പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞു പോകട്ടെ, വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ വയ്യാത്ത കിടാങ്ങളെ ദീർഘദർശനം ചെയ്ത ദൈവജ്ഞരാണ് നിങ്ങൾ. ദൈവം നിങ്ങൾക്ക് മേൽ ചൊരിഞ്ഞു തന്ന ആ വലിയ ദൗത്യത്തെ, ആ നിയോഗത്തെ ഈ സ്കൂളിൻ്റെ മണ്ണിൽ പൂർത്തീകരിക്കുവാൻ കഴിഞ്ഞുവെന്ന ആശംസയും തീർച്ചയായും ആ സംതൃപ്തിയും നിങ്ങളെ നിങ്ങളുടെ ജീവിതകാലത്ത് മുൻപോട്ട് നയിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.
കൂടുതൽ സമയമെടുക്കുന്നത് ഉചിതമല്ല എന്ന് എനിക്കറിയാം. ഒട്ടേറെ വേദികളിൽ ഇനിയും ഞാൻ ഇവർക്ക് ആശംസ പറയേണ്ടതുമാണ്. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നതിന് മുൻപ് പറയട്ടെ, ഡോക്ടർ ജോസഫ് ജോൺ സാർ ഇവിടെ, മിനി ടീച്ചറിൻ്റെ ഭർത്താവ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ടെന്ന് എനിക്കറിയാം. അതുപോലെ തന്നെ ജോൺ പൊന്നു ജോസഫും പ്രഭാമറിയം ജോസഫും എന്ന 2 വിദ്യാർത്ഥികളും ഞങ്ങളുടെ പൂർവ്വ വിദ്യാർത്ഥികളായിരുന്നു. അവർ 2 പേരും ഗവേഷക വിദ്യാർത്ഥികളായി ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഞങ്ങൾക്ക് നന്മയുടെ വഴി കാണിച്ചു തന്നതിന്, ഞങ്ങളിൽ ഒരാളായി ജീവിച്ചതിന്, ഞങ്ങൾക്ക് സ്നേഹം നൽകിയതിന് നിങ്ങൾ 4 പേരോടും ഞങ്ങൾ അധ്യാപക സുഹൃത്തുക്കൾ കടപ്പെട്ടവരാണ്. നിങ്ങൾ ചൊരിഞ്ഞ സ്നേഹം ഞങ്ങളുടെ മേൽ മഴയായി ചൊരിയട്ടെ. നിങ്ങൾ പ്രാർത്ഥിച്ച പ്രാർത്ഥന ഞങ്ങൾക്ക് അനുഗ്രഹത്തിൻ്റെ മാരി ചൊരിഞ്ഞു തരട്ടെ. ഈ കോഴഞ്ചേരിയുടെ മണ്ണിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിൻ്റെ അർഹതയുള്ളവരാണെന്നുള്ള വിശ്വാസത്തോടു കൂടി പോകൂ. ഇവിടെ നിന്ന് സാവധാനം നിങ്ങൾ പടിയിറങ്ങൂ. നിങ്ങളുടെ സ്നേഹവും കരുതലും പ്രാർത്ഥനയും വീണ്ടും ഞങ്ങളുടെ മേലുണ്ടായിരിക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി നിങ്ങളുടെ യാത്രയ്ക്ക് എൻ്റെ യാത്രാമൊഴി സ്നേഹപൂർവ്വം നൽകട്ടെ.